എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം കൊള്ളുന്നു. ഈ ലോകസുഖം കള്ളിന ആ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജമൂർഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 40-ാം സങ്കീർത്തനം 9-ാം വാക്യം. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ മടിക്കുന്ന ലോകത്തിൽ ദൈവത്തിനു വേണ്ടി നമ്മുടെ നാവിനെ തുറക്കുവാൻ ദാവീദ് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മെ ഓരോരോ ഇടങ്ങളിൽ ഉയർത്തുമ്പോൾ നാം അവനു വേണ്ടി സംസാരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നാം പലപ്പോഴും നമ്മുടെ അധരങ്ങളെ തുറക്കാത്തത് വിധിയെക്കുറിച്ചുള്ള ഭയവും, നിരസിക്കപ്പെടുമെന്നുള്ള ഭയവും, തെറ്റിദ്ധരിക്കപ്പെടുമെന്നുള്ള ഭയവും മൂലമാണ്. പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മെ അറിയുന്നവനാണ്. ആളുകൾ നമ്മുടെ ഉദ്ദേശങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോഴും ദൈവം സത്യം തിരിച്ചറിയുന്നു. ആളുകളുടെ ന്യായീകരണമല്ല, ദൈവത്തിൻ്റെ അംഗീകാരം തേടുന്ന ഹൃദയത്തോടെ നമുക്കും അവനെ സേവിക്കാം. ദൈവം നമുക്കൊരു സാക്ഷ്യം നൽകുമ്പോൾ ദാവീദിനെ പോലെ നമുക്കും അവൻ്റെ നാമത്തെ ഉയർത്താം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച അനുഭവം നാം പങ്കുവയ്ക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിന് അത് ആശ്വാസവും സൗഖ്യവും വിടുതലുമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ നീതി ധൈര്യത്തോടെ സംസാരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.